বলে দুপাতা লিখিয়ে নিয়েছিল, তাই এত কথা। മലയാളികൾ ജെക്കനെ ജായ് ചർപ്പായി ഗിവ് പോടെ വിരലെ മൂത്തോ. എക്സാക്ട്ലി. എന്നാടി പെണ്ണേ നീ മലയാളിക്കിട്ട് കയറി പണിയുന്നേ? ഓ നത്തിങ് അബൌട്ട് യു. നീ എന്ത് ഭാഷ പറഞ്ഞാലും നിന്റെ ഓ കേക്കും പറഞ്ഞൂടെ നീ ആ വടവാതൂരിയാണെന്ന്. ഓ എന്നതാ പറഞ്ഞേ? നീ പൊടി. ഹൗസ് ഇറ്റ്? മിനിമം ബോർ. ലുക്ക് ദാറ്റ് സ്പോണ്ടേനിറ്റി. ഓ മലയാളിയുടെ ബംഗാളിയല്ലേ? കിടിലനല്ലേ? ഗെറ്റ് റെഡി. 10 സെക്കൻഡ്. ക്യൂ. നീ അല്ലാതെ ആരെങ്കിലും 10-90 വയസ്സുള്ള ഇവന്റെ വല്യപ്പൻ പറഞ്ഞ ചരിത്രമൊക്കെ കാണാതെ പഠിച്ച് നാണമില്ലാതെ ഇങ്ങനെ കിടന്ന് വിളവിളാന്ന് വിളമ്പുവും. എടി ദുർഗാ പൂജയെ കുറിച്ച് ഇത്ര ഒതന്റിക് ആയിട്ട് ഒരു ചാനലിലും പറഞ്ഞിട്ടുണ്ടാവില്ല. പൊന്നു മോനെ കിട്ടിക്കോളും. സ്പോൺസറിന്റെ വക നല്ല പൊളിച്ചു തെറി. ലക്ഷങ്ങൾ മുടക്കിയ സ്പോൺസറിന്റെ പേര് നീ എപ്പോഴെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്തോ? അതൊക്കെ കമേഴ്ഷ്യൽ ടൈമിക്കാണ്. ഷൂട്ടിംഗ് ആണെന്ന്. This is a public place and we have the right to stand here. যা খুশি করো, কিন্তু ক্যামেরার সামনে আলতু ফালতু করবে না। আলতু ফালতু করলে তুমি কি করবে? വേണ്ട ഏട്ടാ നമുക്ക് പോകാം. അവന്റെ അമ്മയുടെ ഒരു ക്യാമറ അവന്റെയൊക്കെ തന്ത കണ്ട സ്ഥലം പോലല്ലേ. ആശാനെ തന്തയ്ക്കും തള്ളക്കൊക്കെ കയറി അങ്ങ് ഫ്രീ ആയിട്ട് ഗോൾ അടിക്കില്ലേ? മലയാളത്തിലെ നല്ല വെടിക്കെട്ട് തെറി ഇവന്മാരെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓ സിദ്ധു അത് നിന്നെ പഠിപ്പിച്ച തെണ്ടിയെ പോയി വിളിക്കടാ. ও দাদা কেন ডিস্টার্ব করছেন? যান না এখান থেকে। মানুষের কোনো কাজ নেই, খালি ডিস্টার্ব করতে চলে আসে এখানে। ഹാവ് എ നൈസ് ഡേ. സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയ വലിയ കാശുകാരൊക്കെ വന്ന് താമസിക്കുന്ന ഹോട്ടലാ. അടുത്ത ആഴ്ച അവിടെയാണ് നമ്മുടെ റൂം ഒക്കെ ഇരിക്കുന്നത്. ഹണിമൂൺ കോട്ടേജിന് രൂപ എത്രയാണെന്നറിയാമോ? 30,000 rupees. 30,000. അയ്യോ ഒരു ദിവസത്തേക്കാണോ? ഏയ് ഒരു ദിവസത്തേക്കല്ല, ഒരു വർഷത്തേക്ക്. ഇങ്ങനൊരു പൊട്ടിയായി പോയല്ലോ നീ. കൊച്ചെ ചാൾസ് രാജകുമാരൻ വരെ താമസിച്ചിട്ടുള്ള ഹോട്ടലാ. ഒരു ദിവസത്തേക്കെങ്കിലും ഒരു ദിവസത്തേക്ക്. ഒരു കൊച്ചു രാജകുമാരൻ രാജകുമാരിയൊക്കെ ആവണ്ടേ നമുക്ക്? അതിന് ഇത്രയധികം പൈസ ഉണ്ടോ നമ്മുടെ കയ്യില്? നീ എന്താ നിന്റെ ഏട്ടനെ കുറിച്ച് വിചാരിച്ചേ? എന്റെ ബോസിന്റെ വക നമുക്കുള്ള ഹണിമൂൺ ഗിഫ്റ്റ് ആയത്. എ ബ്യൂട്ടിഫുൾ പെലേഷ്യൽ റൂം. മൂപ്പർക്ക് ചില അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടുന്ന. ഈ കളയുന്ന പൈസ നാട്ടിൽ കിട്ടിയ സ്വർഗം പോലൊരു വർഷം കഴിയാ. എന്താ ഇത്? ഈ കാക്കാക്ക് ഈ കുളുകുളൂന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്താ ഇത്? ബംഗാളിയാ? അതെ നാട്ടിലിപ്പോ നല്ല കൂടച്ചക്കയുടെ സീസണാന്ന് പറയായിരുന്നു പുള്ളി. चलो एक बार नामते हैं जो तो शो हैंग लगलो जूते जाए. ഒരു വായി നോക്കിയാണ് ഇറങ്ങിക്കോളൂ. സൂക്ഷിച്ച്. ഞാനും ആ വഴിക്കാ. ഒരു കൈ തന്നിട്ട് പോടോ. ദീപു ജോട്ടോ ഇതെന്താങ്ങളെ ഒരു ചന്തക്കുള്ള സാധനങ്ങളുണ്ടല്ലോ. ചിലരങ്ങനെയാ. വീട്ടു പഠിക്കൽ എത്ര നല്ല സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാലും ഈ ഹൗറ ബ്രിഡ്ജിലെ പൊടിയടിച്ച സാധനങ്ങൾ തിന്നാനാ എന്റെ പെണ്ണ് പിള്ളക്ക്. അതെ നിങ്ങളുടെ സെക്രട്ടറി ഇതൊക്കെ ചുമന്ന് അടുക്കളയെ കൊണ്ടുവയ്ക്കുന്നതിൽ അവൾ ഒന്ന് അഹങ്കരിക്കുന്നുണ്ടാവും. അത് ശരി. അപ്പൊ ആന്റി ഞാനൊന്ന് കാണട്ടെ. പുറത്തിറങ്ങിയ ആന്റിയെ കുറ്റം പറിച്ചില്ല അങ്ങളുടെ പരിപാടിയല്ലേ? അയ്യോ നീ എന്റെ ഗോതമ്പ് കഞ്ഞൂടി മുട്ടിക്കില്ലേ? ആരുടെ കഞ്ഞൂടി മുട്ടിക്കണ കാര്യം ആ സെക്രട്ടറി? ഇതാര് ജോണോ? ഒന്നും പറയണ്ടോ. എന്താ സെക്രട്ടറി ഇത്തവണ VS പിണറായും PBക്ക് വന്നിട്ട് കഞ്ഞുടിക്കാൻ വീട്ടിലേക്ക് വന്നില്ലേ? ഇത്തവണ കഞ്ഞി കുടിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നില്ലല്ലോ PBയില്. ഹലോ ആ സ്മിത, ഞാൻ ദിബുവിനോട് പറഞ്ഞിരുന്നു നെക്സ്റ്റ് ന്യൂസ് അവറിൽ ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോടൊപ്പം ആ പെൺകുട്ടിയുടെ വിഷലോടി വെക്കാൻ. ആരെങ്കിലും ആ കുട്ടിയെ കണ്ട് തിരിച്ചറിയുകയാണെങ്കിൽ ഇൻഫോം ചെയ്യുമല്ലോ. അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലും ഒരു ബോഡി കൂടി പൊങ്ങുകയാണെങ്കിൽ I think so. ആരാ? Yeah, I'll call you back. ആരടോ? ആരാ മരിച്ചേ? ആളാരാന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ലേ? പക്ഷെ മലയാളിയാ. നമ്മുടെ ഡോബിഘട്ടിലെ ലേക്ക് സൈഡിലെ ബോഡി കണ്ടത്. മേ ബി ഇറ്റ്സ് എ മർഡർ. അയാള് മലയാളിയാണെന്ന് തനിക്ക് എങ്ങനെ അറിയാം? മുമ്പ് 2 തവണ ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. നല്ല പൊളക്കണ മലയാളം പറഞ്ഞു. ക്ലാവർ കുലാൻ ആരോ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിട്ട കേറി വെട്ടും. മമ്മ
കമന്റ് ഒന്നും വേണ്ട അങ്ങ് കളിച്ചാ മതി. അപ്പൊ ഗുലാൻ ഒതുക്കി ആളെ പിടികിട്ടി. എന്നാ പിന്നെ ഈ ഡൂക്ലി അങ്ങ് പോയിട്ട് വരട്ടെ. എന്നേ താഴെ അങ്ങിരിക്കട്ടെ. ഇന്ന് ഈ പിടി മമ്മ തന്നെ അങ്ങ് വെച്ചോ. അയ്യേ. ദാ, ഈ മമ്മ പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കാത്ത നിന്റെ ചെവിയൊന്ന് വിട്, അത് പറഞ്ഞു പോടാ. പറഞ്ഞങ്ങോട്ട് പോട്ടെ. എന്തായാലും നീ കെട്ടിക്കാനൊന്നും പോണില്ലേ? അത് തന്നെ. പോരുന്ന് പഠിച്ചിട്ട് പിള്ളേരെ. അതെ, അച്ചാച്ചൻ വലിയ ഭരിക്കൊന്നും വേണ്ട. സാറ്റർഡേ നൈറ്റ് ചീട്ട് കളിക്കാനുള്ള പെർമിഷൻ അപ്പായെ തന്നിട്ടുള്ളതാ. എന്നാ അപ്പ ഇല്ലാത്തപ്പ വീട് ഭരിക്കാനുള്ള പെർമിഷൻ കുഞ്ഞുനാളിൽ അപ്പ എനിക്ക് തന്നിട്ടുള്ളതാ. അല്ലേ ആനിയമ്മേ? ദാണ്ട് അപ്പയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരാളുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാടി വെറുതെ ആവശ്യമില്ലാത്ത സബ്ജക്ട് എടുത്തിട്ടെ? ഡേ, ബാക്കിയുള്ളവൻ കാനത്ത് മുഴുവൻ കിടന്ന് തൊണ്ട തുറന്നിട്ട് വരിക. നീ പോയി തിരിച്ച് ചായ എടുത്തിട്ടൊന്ന്. ഞാൻ എടുക്കാം. മമ്മ അവിടെ ഇരി. ഇവളുമാരൊക്കെ പിന്നെ എന്തിനാ വളർത്തുന്നേ? അപ്പൊ അച്ചായന് ചായ ഉണ്ടാക്കി തരാനാണോ ഞങ്ങൾ വളർത്തണേ? പിന്നല്ലാതെ. ആഹാ, അതിനുള്ള ആളെ വേഗം നോക്കിക്കോണം. പുറകിലേ 2 വണ്ടി ക്യൂ നിക്കുവാ. അത് ശരി. ഇവളുമാര് പറഞ്ഞോണ്ട് വരുന്ന എന്താന്ന് മമ്മയ്ക്ക് പിടികിട്ടിയ? അത് പിന്നെ എന്തോ പിടികിട്ടാനാ. സിഗ്നല് കിട്ടിയിട്ടും നീ ഇങ്ങനെ അരപ്പിച്ചോണ്ട് പമ്മി പമ്മി നിക്കാതെ ഒന്നുകിൽ ഓടിച്ചോണ്ട് പോണം, അല്ലെങ്കിൽ ഇവളുമാരെ കേറി ഓവർടേക്ക് ചെയ്യുന്നു. രാത്രിയടി മോശമടി. അജിച്ചാച്ചൻ വിഷയം ഒന്നും മാറ്റണ്ട കേട്ടോ. കണ്ട, ദാ അവിടെ ബാധൊഴിപ്പിക്കൽ തുടങ്ങി. ഇങ്ങനെ ഒരു ഇടത്തേക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ആരെങ്കിലും പറഞ്ഞയക്കൂ? എത്ര പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വിറ്റുവർക്കി വേറെ എവിടെയെങ്കിലും പോവാന്ന് കേക്കില്ല. പപ്പയുടെ സെന്റിമെന്റ്സും പറഞ്ഞ് എത്ര നാളെങ്ങനെ ടോളറേറ്റ് ചെയ്യണു? അജിച്ചാച്ചൻ എന്തിനാ മമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഇന്ന് ഫെഡറേഷൻ കപ്പ് മുഹമ്മദൻസ് നേടിയെന്ന് അറിഞ്ഞപ്പോ മുതല് മമ്മ നിലത്തും താഴെയൊന്നും അല്ലായിരുന്നു. അപ്പ മുഹമ്മദൻസിന് വേണ്ടി ഗോൾ അടിച്ച ദിവസം ഈ ഫ്ലാറ്റിൽ അവര് പാർട്ടി നടത്തിയ കാര്യമൊക്കെ പറഞ്ഞ് മമ്മ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു ഈ ചീട്ടുകളി. ഇനി ഇത് മതി ബീബി ഷൂട്ട് ചെയ്യാൻ. സോറി മമ്മ. ഏയ്, ഞാൻ അങ്ങനെ ഒന്നും ഓർത്ത് പറഞ്ഞതല്ല. മൈ ഡേർട്ടി ടങ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്. മമ്മ, ഐ ആം സോറി. എനിക്കറിയാം മമ്മയ്ക്ക് ഈ ഫ്ലാറ്റിനോടുള്ള സെന്റിമെന്റ്സ്. അപ്പയുടെയും അമ്മയുടെയും ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നാന്നും ഒരുപാട് മെമ്മറീസ് മമ്മയ്ക്ക് ഇവിടെ ഉണ്ടെന്നും. പക്ഷേ ഈ ബാധൊഴിപ്പിക്കലും മന്ത്രവാന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാതെ. ഓക്കേടാ, ഞാനും ചിലപ്പോ വിചാരിക്കാറുണ്ട് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്ന് മാറണം, പെൺകുട്ടികള് വളർന്നു വരികയല്ലേന്നൊക്കെ. അപ്പയുടെ ആകെയുള്ളൊരു സമ്പാദ്യ. അമ്മ ദാണ്ട് ഈ മമ്മയുടെ ഒരു കാര്യം. എടി, ഇവിടെ വാടിയുള്ളവരെ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുന്നു. ഇനി ഈ ഫ്ലാറ്റ് വിട്ട് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. പോരെ?